പവിത്രം ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗൗരി മോക്ക് വിക്രത്തെ ഭയങ്കര ഭയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുത്തശ്ശിയാണെങ്കിൽ വിക്രത്തെ പറഞ്ഞാണ് പാലും ആഹാരമൊക്കെ കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ചമ്പൂവൻ കാർട്ടൂൺ കഥാപാത്രം ചമ്പൂവനാണെന്ന് പറഞ്ഞ് പേടിപ്പിടിച്ചാണ് എല്ലാം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. വിക്രം എപ്പോഴും കൂടെ നടക്കുന്നതൊന്നും ഗൗരിക്ക് ഇഷ്ടമല്ല. സ്കൂളിൽ വന്നിരിക്കുന്നതും എപ്പോഴും കൂടെ വരുന്നതും ഒന്നും ഇഷ്ടമല്ല ഗൗരിക്ക്. പക്ഷേ തരുൺ പറഞ്ഞേക്കുന്ന സ്കൂളിലാണെങ്കിൽ പോലും സ്കൂൾ ഗ്രൗണ്ടിൽ എപ്പോഴും കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ഗൗരി ഫുഡുമായിട്ട് വിക്രത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി പാത്രമൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് വിക്രം അങ്ങോട്ട് മാറുന്ന സമയം കൊണ്ട് താഴെ കിടന്ന് ഉറുമ്പുകളൊക്കെ പിടിച്ച് ആഹാരത്തിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ഗൗരി പറയുന്നുണ്ട്, ഈ ആഹാരം നിറച്ച് ഉറുമ്പ് എനിക്ക് വേണ്ട, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രത്തിന് മനസ്സിലാകുന്നുണ്ട് ആഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടി ഓരോ അടവ് പറയുകയെന്ന്. അന്നേരം വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് വിക്രം ഒരു ഐസ്ക്രീം ടിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഗൗരിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഐസ്ക്രീം എടുത്ത് ചപ്പാത്തിക്കകത്ത് തേച്ച് ഗൗരിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൗരി ഭയങ്കര സന്തോഷത്തോടെ നല്ല ടേസ്റ്റോടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ അച്ഛനും മോളും തമ്മിലുള്ള അകലം കുറയുകയാണ്. ഇപ്പം വിക്രത്തെ വലിയ ഭയമൊന്നും ഇല്ലാതായിരിക്കുകയാണ് ഗൗരിക്ക്. അപ്പം വിക്രമാണെങ്കിൽ രാത്രിയിൽ വീട്ടിലുള്ളപ്പം എപ്പോഴും കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാൻ ജംബുവനല്ല, വിക്രമാദിത്യ മഹാരാജാവ്. വിക്രമാദിത്യ മഹാരാജാവിന് എന്ത് വേണമെങ്കിലും സാധിക്കും, എന്തും ചെയ്യാൻ പറ്റും എന്നൊക്കെ ഗൗരിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ആണോ എന്തും സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ശത്രുക്കളെല്ലാം വെട്ടിനിരത്തി ഈ രാജകുമാരിയെ രക്ഷിക്കാൻ ഈ വിക്രമാദിത്യ മഹാരാജാവ് വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗൗരി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചമ്പൂവനല്ല, വിക്രമാദിത്യ മഹാരാജാവാണെന്ന് വിക്രം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വിക്രവും ഗൗരിയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ വേദ ഫോൺ ചെയ്യുമ്പോൾ സേതുലക്ഷ്മി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, എന്തിയെ ഗൗരിമോൾ എന്തിയെന്ന് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ ആ വന്ന വിശ്വമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പം എപ്പോഴും വിശ്വത്തിൻ്റെ കൂടെ. ഇപ്പം അവർ തമ്മിലുള്ള പിണക്കമൊക്കെ കുറഞ്ഞ് സൗഹൃദമായി വരുന്നെന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ടമ്മേ, അയാൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന വേദ. അയാൾ പാവമാണെന്ന് തോന്നുന്നു, എന്തായാലും ഗൗരി മോക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും, അവൾക്ക് നന്നായിട്ട് നോക്കും എന്നൊക്കെ സേതുലക്ഷ്മി വേദയെടുത്ത് പറയുന്നുണ്ട്. അത് മതി, അത് മാത്രം നമുക്ക് മതി, മോളെ നന്നായിട്ട് നോക്കണം എന്ന് വേദ പറയുന്നുണ്ട്. എന്തിയെ അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാൻ പറയാണ്. അപ്പോഴത്തേക്ക് ഗൗരി മോൾ ഓടി വരുന്നുണ്ട്. സേതുലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയാ താന്നേ എന്നും പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗൗരി ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. മോൾ എവിടെയായിരുന്നെന്ന് വേദ ചോദിക്കുകയാണ്. അതെ, ഞാൻ ആ ചമ്പുവിൻ്റെ അടുത്തായിരുന്നു. ചമ്പുവിനല്ല, വിക്രമാദിത്യ മഹാരാജാവ്. വിക്രമാദിത്യ മഹാരാജാവോ എന്ന് വേദ പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം അത് കേൾക്കുമ്പം, ആ പേര് കേൾക്കുമ്പോൾ ഒന്ന് വേദ ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. അതേമേ ഇപ്പം ചമ്പൂവനല്ല, വിക്രമാദിത്യ മഹാരാജാവാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം മഹാരാജാവുമ്പം എല്ലാ ശത്രുക്കളെയും വെട്ടിനിരത്തി രാജകുമാരി രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വേദ ഇങ്ങനെ അത്ഭുതത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ്. രാജകുമാരി രക്ഷിക്കുമോ? ആ, ഞാനാ രാജകുമാരി. അപ്പം ചമ്പൂവൻ ഇപ്പം മാറി വിക്രമാദിത്യ മഹാരാജാവായിട്ടുണ്ട്. അപ്പം മഹാരാജാവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ശത്രുക്കളെല്ലാം വെട്ടിനിരത്തുമെന്ന് എന്നോട് പറഞ്ഞെന്നൊക്കെ വേദയോടുത്ത് പറയുന്നുണ്ട്. അപ്പം വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ഗൗരിയടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സ്കൂളിലെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദയെടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഗൗരി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കൂടുതൽ സമയം പറയുന്നത് വിക്രത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്തായാലും മോടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം അറിയിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വെച്ചതിന് ശേഷം വേദ വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് വിക്രവും വേദയും തമ്മിലുള്ള പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് വിക്രവും അവിടെ ഇരുന്ന് മോളടുത്ത് വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും വേദയെക്കുറിച്ചൊക്കെയാണ് വിക്രം ആലോചിക്കുന്നത്. അതിനുശേഷം വേദയുടെ ശത്രു ദേവരാജനാണെങ്കിൽ കുട്ടിയെ മാറ്റിയ കാര്യം അറിയുന്നുണ്ട്. അപ്പോൾ പേടിച്ചത് കൊണ്ടാണ് കുട്ടിയെ മാറ്റിയെന്ന് ദേവരാജൻ പറയുന്നുണ്ട്. വീണ്ടും കുട്ടിയെ കണ്ടെത്തണം, അതിനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ മാഡം വേദ എന്ന് പറയുന്ന മാഡം നമ്മുടെ ചൊൽപ്പടിക്ക് വരുമെന്ന് ദേവരാജൻ പറയുന്നുണ്ട്. അതിനുശേഷം കണ്ടെത്തുന്നുണ്ട്, ഗൗരിയെ കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ എവിടെയാണെന്ന്. അങ്ങനെ ദേവരാജൻ്റെ നിർദ്ദേശപ്രകാരം ഗുണ്ടകൾ ഗൗരിയെ ആക്രമിക്കാൻ വരികയാണ്. അതിൽ നിന്നൊക്കെ വിക്രം ഗൗരിയെ രക്ഷിക്കുന്നുണ്ട്. ഗൗരിക്ക് ഒരാപത്തും പറ്റാതെ വിക്രം രക്ഷിക്കുന്നുണ്ട്. പക്ഷേ വിക്രത്തിന് നല്ല മുറിവൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ വിക്രത്തെ എത്തിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗൗരിക്ക് വിഷമം, വിക്രത്തിന് മുറിവ് പറ്റിയതാണ്, ഗൗരിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ഇങ്ങനെ ഗൗരിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നറിഞ്ഞ് തരുൺ എത്തുന്നുണ്ട്. അപ്പം വിക്രത്തെ കാണുന്നുണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഗൗരി മോക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കേണ്ട, മോക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം തരുൺ പറയുന്നുണ്ട്, വിശ്വം എൻ്റെ മോളെ രക്ഷിച്ചെന്ന് പറയാണ്, ഇനിയും ആക്രമണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തരുൺ പറയുന്നുണ്ട്. അപ്പം വിശ്വം പറയുന്നുണ്ട്, ഞാൻ ഉള്ളിടത്തോളം കാലം സാറ് പേടിക്കണ്ട, ഗൗരി മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വിക്രം ഉറപ്പ് കൊടുക്കുകയാണ് തരുൺ. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് എൻ്റെ മോക്കൊന്നും പറ്റത്തില്ലെന്ന്. താൻ
എൻ്റെ മോളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഗൗരി മോളും കൂടെ ഉണ്ടാവുന്നുണ്ട് തരുണിൻ്റെ കൂടെ. അപ്പം ഗൗരി ആണെങ്കിൽ തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഇത് ചമ്പുവനല്ല വിക്രമാദിത്യ മഹാരാജാവാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് തരുൺ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇത് വിക്രമാദിത്യ മഹാരാജാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ, രാജകുമാരിയെ രക്ഷിക്കുന്ന മഹാരാജാവ് വിക്രമാദിത്യ മഹാരാജാവെന്ന് തരുണിൻ്റെ അടുത്ത് ഗൗരി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ മകളെ വിക്രം തന്നെ രക്ഷിക്കുകയാണ്. അതിനുശേഷം വിക്രവും ഗൗരിയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. ഈ അപകടത്തെക്കുറിച്ച് വേദ അറിയുന്നുണ്ട്. അപ്പോൾ വേദയെടുത്ത് തരുൺ പറയുന്നുണ്ട്, താൻ ഭയക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ വിശ്വം കൂടെ ഉണ്ടായത് കൊണ്ട് മോക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വേദയെടുത്ത് പറയുന്നുണ്ട്, താൻ ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരണ്ട, മോക്ക് ഒരു കുഴപ്പവും ഇല്ല, മോളിപ്പോൾ ഓക്കെ ആണെന്ന് പറയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, ആ വിശ്വത്തിന് എങ്ങനെ ഉണ്ടെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അയാൾക്കും കുഴപ്പമൊന്നുമില്ല, ചെറിയ പരുക്കളൊക്കെ ഉണ്ട്. എന്തായാലും അയാൾ കൂടെ ഉണ്ടാകുന്നുണ്ട് മോക്ക് പ്രത്യേകിച്ചൊന്നും പറ്റില്ല. പക്ഷേ ദേവരാജൻ്റെ ആൾക്കാർ ഇനിയും മോളുടെ അടുത്തേക്ക് വന്നുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശ്വം എപ്പോഴും കൂടെ കാണുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്.